ബസ് കയറിയിട്ട് സെലിബ്രിറ്റിയാണെന്ന് പറഞ്ഞ് സീറ്റ് വാങ്ങിച്ചതുപോലെ എനിക്കിന്ന് കുറേ പരിപാടികളുണ്ടായിരുന്നു. ഒന്നെന്ന് വെച്ചാൽ ഇന്നലൊരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു, അതെനിക്ക് പാകമാവുന്നില്ല, അതൊന്ന് ചേഞ്ച് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. രണ്ടെന്ന് വെച്ചാൽ എനിക്ക് കോടതി പോകാനുണ്ടായിരുന്നു, കുറച്ച് കേസ് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം എനിക്ക് കാർ എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് ഞാൻ ബസ്സിനും ഓട്ടോക്കൊക്കെ ആയിരുന്നു പോയത്. അപ്പോൾ അക്കുഡേറ്റിൽ നിന്ന് ഞാനൊരു ഓട്ടോയിൽ കയറി. ഞാൻ ഓട്ടോയിൽ പാട്ട് വെച്ചിട്ട് അങ്ങനെ കേൾക്കാറില്ല, വളരെ റെയറായിട്ടാണ് ഓട്ടോയിലൊക്കെ സബ് വെക്കാറ്. പക്ഷെ ഞാൻ കയറിയ ഓട്ടോ ഒരു കുട്ടി ഓട്ടോയല്ലേ, അങ്ങനെയല്ല കയറിയത്. കയറിയപ്പോൾ തന്നെ കൃഷ്ണ എന്നുള്ള മറ്റേ കാർമുകിൽ വർണ്ണൻ്റെ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പാട്ടിൻ്റെ ലാസ്റ്റ് ലൈൻ, അങ്ങനെ അവിടത്തോളം പാട്ടൊക്കെ ആയി. ഞാൻ കയറിയപ്പോൾ ചോദിച്ചു ഗൂഗിൾ പേ ഉണ്ടോയെന്ന്. കൊയിലാൻ എത്തിയപ്പോൾ എന്നോട് ചോദിച്ചു ജസ്റ്റ് സലീം അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചേട്ടാ സ്കാനർ, അത് വേണ്ട പിന്നെ എടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ചേട്ടാ സ്കാനർ തിരിയുന്നെന്ന്. ഇങ്ങോട്ട് പറഞ്ഞു അത് കുഴപ്പമില്ല, തന്നെ ഞാൻ എപ്പോഴും കാണുന്നതാണ്, അപ്പം വേണ്ടാന്ന് പറഞ്ഞു. ഫ്രീ ആയിട്ട് കൊയിലാണ്ടി തട്ടോളം പോയി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു വന്നു. എനിക്ക് റോട്ടിലൊക്കെ നിറയെ വെള്ളം, അങ്ങനെ ആ റോട്ടിൽ വെള്ളമൊന്നും ചവിട്ടി ശീലല്ലേ. അപ്പോൾ എനിക്ക് വന്നപ്പോൾ തൊട്ട് ഭയങ്കര ഒരു ഇറിറ്റേഷൻ. തല തോർത്താൻ പറ്റുന്ന സാഹചര്യമൊന്നുമല്ല, എന്നാലും തലയിൽ വെള്ളം കുടിക്കണമെങ്കിലും കുടിച്ചോട്ടെ, കൊറോണയൊക്കെയുള്ള സാഹചര്യമല്ലേ, നമ്മളായിട്ട് നമുക്കൊരോരോ അസുഖങ്ങൾ വിളിച്ചു വരുത്തണ്ടല്ലോ. അങ്ങനെ ഒന്ന് കുളിക്കുകയൊക്കെ ചെയ്തു. കുളിച്ച് കഴിഞ്ഞപ്പം പുറത്ത് നല്ല മഴ, ഒരു ഐസ്ക്രീം ഉണ്ടായിരുന്നു, അത് കഴിക്കാമല്ലോ കഴിവി. അപ്പം വിചാരിച്ചു ഐസ്ക്രീമിന്മേൽ ഒതുങ്ങൂല, വിശക്കുന്നുണ്ട്. എനിക്കെന്താണെന്നറിയില്ല, കുറച്ച് ദിവസമായി ആരോ ബ്രോസ്റ്റഡിൻ്റെ മുകളിൽ കൂടോത്രം ചെയ്തിട്ടെന്ന് തോന്നുന്നു. അങ്ങനെ നേരെ എമ്മിയിലേക്ക് വിളിച്ചിട്ട് ബ്രോസ്റ്റഡിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വരണം, അപ്പോഴേക്കും കുട്ടികളും വരും, എന്നിട്ട് വേണം ഫുഡ് അടിക്കാൻ. അങ്ങനെ കുളിച്ച് ഫ്രഷായി സുന്ദരിയായപ്പം ഞാനൊരു സാധനം തപ്പിയത്, അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതിന് മുമ്പേ എൻ്റെ മോന് ചോദിച്ചിട്ടുള്ളൊരു സംഭവമാണ്. എൻ്റെ മോന് ആരുടെ വീഡിയോ വാച്ച് ചെയ്തതെന്ന് ഞാൻ കാണാറില്ല, പക്ഷേ ഉത്തരൗണ്ണിൻ്റെ വീഡിയോ വാച്ച് ചെയ്യാറുണ്ട്. കാരണം അവനെക്കുറിച്ച് പെട്ടെന്ന് പറഞ്ഞപ്പോൾ അവന് ഭയങ്കര അത് വിഷമമായിരുന്നു. അപ്പോൾ ഉത്തരൗണ്ണി ഏതോ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആരും കൊതിക്കുന്ന ലെഹങ്ക മേടിച്ചിട്ട് ഇട്ടതിന് ശേഷം ഷോപ്പിൽ കൊണ്ടുപോയി തിരിച്ച് പൈസ വാങ്ങി. ഞാൻ 100-500 ആൾക്കാരുടെ മുമ്പിൽ നാണം കെട്ടതൊന്നും ഇവർക്കാർക്കും, ഇവരാരും നല്ലല്ലോ നാണം കെട്ട്. അപ്പോൾ ഇവർക്ക് ഡ്രസ്സ് ഇടാനില്ലാഞ്ഞിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായി. അന്ന് മോൻ പറയുന്നു അമ്മാൻ്റെ ഡ്രസ്സിൻ്റെ കളക്ഷൻ ഒന്ന് കാണിച്ചു കൊടുക്കുമ്പോന്ന്. പക്ഷേ എനിക്കതിന് തോന്നില്ല. ഇന്ന് ഞാൻ എൻ്റെ കൂടെ കാണാത്തത് കൊണ്ട് തപ്പിയതാ, എല്ലാം കൂടി വലിച്ചിട്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ഓൻ പറഞ്ഞതല്ലേ, ഓന് പറഞ്ഞിട്ട് ഞാൻ കേട്ടില്ല എന്ന് വെക്കണ്ട, ഒരു ഭാഗത്തത് മാത്രം ഞാനൊന്ന് വീഡിയോ ചെയ്യാൻ വിചാരിച്ചു. ഇതൊക്കെ ഒരു ഭാഗത്തത് മാത്രം കേട്ടോ, ഞാൻ എടുക്കാത്ത ഡ്രസ്സുകളാണ്, ഒതുക്കി പറക്കി വെച്ചതാണ്. അതിനുള്ളിലാണ് കൊടാന്ന് കരുതിയിട്ട് തപ്പിയതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ, ഡീറ്റെയിൽ വീഡിയോ ഞാൻ എടുക്കുന്നുണ്ട്. ഏതായാലും ബ്രോസ്റ്റഡ് വരട്ടെ, ആ വന്നിട്ട് അവഞ്ഞൊണ്ണി വെറുതെ കുത്തിരിക്കട്ടെ. ഈ കുഞ്ഞുങ്ങൾ സ്കൂളിട്ട് വരുന്നോന്ന് നോക്കിയിരിക്കുന്ന ആ ഒരു ഇരിപ്പുണ്ടല്ലോ, ആ ഇരിപ്പിൻ്റെ ഒരു ആദി ഡെലിവറി പെയിൻ കിട്ടി ലേബർ റൂമിൽ പോകുമ്പം പോലും ഉണ്ടാവില്ല. അത്രമേലൊരാദ്യ, ഒരു 5 മിനിറ്റ് വേണ്ട, ഒരു സെക്കൻഡ് വൈകിയ ഒരു ആദ്യ. എവിടെ പോയി കാണുന്നില്ലല്ലോ. പിന്നെ ബസ്സുകാരെ വിളിച്ചു നോക്കും, ടീച്ചറെ വിളിച്ചു നോക്കും, ഭയങ്കര ഒരിതാണ്. ഇതൊക്കെ പറഞ്ഞാൽ ചില അമ്മമാർക്ക് മനസ്സിലാവുക കഴിഞ്ഞെങ്കിൽ സ്വന്തം കുഞ്ഞുങ്ങളെ ഇട്ടെറിഞ്ഞ് ഓടുമായിരുന്നു. പിന്നെ ഇതിനൊക്കെ യോഗമില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട്, അവരോട് നമ്മൾ ഇതിനെപ്പറ്റി പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല, ജീവിതത്തിൽ അനുഭവിക്കുക തന്നെ ചെയ്യണം. ആ യോഗം നിങ്ങൾക്കൂടി തരാൻ ദൈവത്തിന് മനസ്സ് തോന്നട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. ഭയങ്കര ഒരു മിസ്സിങ്ങാണ് മക്കളെ. ഒരുപാട് ആൾക്കാർ, കുഞ്ഞുങ്ങളില്ലാത്ത ആൾക്കാരുണ്ട്, അവരൊക്കെ മിസ് ചെയ്യുന്നൊരു സംഭവമായത്. എനിക്ക് കൈക്ക് സുഖമില്ലാത്തത് കൊണ്ട് ഫുഡൊന്നും ഇവിടെ വെച്ചിട്ട് ഏകദേശം ഒരാഴ്ചയായി. പിള്ളേർ ഹോട്ടലിൽ നിന്ന് എനിക്ക് സമാധാനമാണ്, സ്കൂളുള്ളപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് അവിടെ നിന്ന് കിട്ടുമല്ലോ, ഹോട്ടലിൽ നിന്ന് തിന്നണ്ടാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഈവനിങ് ആകുമ്പോഴേക്കും വിശന്ന് വലഞ്ഞിട്ടാണ് പൊതുവെ വരാറ്.
കയ്യിൽ സുഖമുള്ള സമയത്ത് എന്തെങ്കിലും ബ്രെഡ് പൊരിച്ചോ പഴം പൊരിച്ചോ അല്ലെങ്കിൽ ബ്രെഡും ജാമോ അങ്ങനെയൊക്കെ ഉണ്ടാക്കി വെക്കും. ഇപ്പം ജാമും ഇല്ല വീട്ടിൽ, തീർന്നിട്ടുണ്ട്. അതൊക്കെ മേടിക്കണേ ഞാൻ തന്നെ പോകണം. അപ്പം എന്നിട്ട് ഞാൻ ഈ എമ്മീന്ന് ബ്രോസ്റ്റഡ് ഓർഡർ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആശാനും ആശാത്തി എത്തിയില്ല. ഇപ്പോഴേക്ക് എത്തേണ്ട സമയം കഴിഞ്ഞു. 5:10 ആകുമ്പോഴേക്ക് എത്തലാണ്, അല്ല 5:15 ആകുമ്പോഴേക്ക്. 5:24 ചിലപ്പോൾ ബെസ്റ്റ് സെക്കൻഡ് ട്രിപ്പൊക്കെ ആയിരിക്കും. അപ്പം ഓളുണ്ട് ഒരു പേരത്ത്, എന്താ കഴിക്കാനുണ്ടാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര രസം തന്നെ കേട്ടോ. എനിക്ക് ആദ്യമൊക്കെ അവരെ എൻ്റെ വീട്ടിൽ കൊണ്ട് ചക്കയും എനിക്ക് വരയ്ക്കാനുള്ളതുകൊണ്ട് ഇവരുടെ കാര്യമോട് എനിക്ക് നോക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉള്ളതുകൊണ്ട്. പക്ഷേ ഇപ്പം ഞാൻ കൊണ്ടച്ചാക്കിൽ വരുന്നുണ്ടെന്നൊന്ന് രണ്ടാളും തല്ലും കൂടി അങ്ങോട്ടും ഉന്തി ഇങ്ങോട്ടും ഉന്തിയിട്ടൊക്കെ വരും കേട്ടോ. അയ്യോ അല്ല, ഞാൻ തെറ്റിദ്ധരിച്ചു. വേറെ ആരോ ആൾ. ഇവർ രണ്ടാളും എന്താക്കുന്നറിയോ, മറ്റേ ഇതിലില്ലേ സ്ത്രീധനത്തുക, അല്ല എന്താ സ്ത്രീധനത്തുക തരുമോ അളിയാന്ന് ചോദിച്ചിട്ട് പെങ്ങളെ കെട്ടിയ സ്ത്രീധനത്തുക തരുമോ അളിയാന്ന് ചോദിച്ചിട്ട് കുണ്ടിക്കൊരു തല്ല് തല്ലുന്നില്ലേ, അതേപോലെ ഓനൊരു ചവിട്ട് കിട്ടും, അപ്പോഴേക്ക് കൂടെ ഓടി വന്ന് തല്ലും, അപ്പോഴേക്ക് ബാഗ് കൊണ്ടടിയാവും കൂടെ കൊണ്ടടിയാവും. ഈ കളിയാണ്. എന്നിട്ട് പറയും ഉമ്മ ഞാൻ പുല്ലിൽ കുന്തി പറയും. അന്നപ്പം പറയും ഉമ്മ ഞാനല്ലേ തുടങ്ങിയത്, ആദ്യം ഓളാ തുടങ്ങി. എൻ്റെ പൊന്നോ ചെവി. നമ്മൾ രാവണന് പോലും ഉണ്ടാവില്ല ഇത്ര തല, അമ്മാതിരി അടി കൂടുമ്പോൾ. വല്ലാത്ത കഷ്ടം തന്നെ. ഏതായാലും കാത്ത് നിൽക്കുക, എവിടെ പോയോ എന്തോ. കുട കൊണ്ടുപോയിട്ടുണ്ട്. കുട പൊതുവെ ബാഗിൽ നിന്ന് മാറ്റാൻ ഞാൻ സമ്മതിക്കൂല. ആരോ ഇങ്ങോട്ട് വെച്ചിട്ട്, എല്ലാവരും ഇങ്ങോട്ട് നോക്കിയിട്ട് പോയി. ഇവിടെ എന്തോ പ്രതിഷ്ഠിച്ച് വെച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പം മഴ ജസ്റ്റ് ഒന്ന് പൊടിയുന്നേ ഉള്ളൂ. ഉണ്ടാവും. എത്തിയിട്ട് മേലെ കഴിക്കിട്ട് വേണം ഫുഡ് കഴിക്കാൻ. എനിക്ക് വിശക്കുന്നത്. ഞാൻ നാഗ 2 രതീഷിനെയാണ് കഴിച്ചത്. രതീഷ് എനിക്ക് രതീഷ് രാവിലെ പുലർച്ചെ 4 മണിക്കായിരുന്നു പോയിട്ട് രതീഷിനെ വാങ്ങിക്കൊണ്ട് വെച്ചേക്ക്. ഇവിടെ പുലർച്ചെ 4 മണിക്ക് കിട്ടും കേട്ടോ പഴംപൊരി. അപ്പം ആ ഒരു 4 മണിക്ക് കിട്ടുന്ന പഴംപൊരി ഉറക്ക് കണ്ണിൽ വന്ന് തിന്നണം. എന്താ ടേസ്റ്റ് എന്നറിയോ. പക്ഷെ ഇന്ന് ഞാൻ ഉറങ്ങിപ്പോയി. അപ്പം രാവിലെ 11 മണിക്കോ 10 മണിക്കോ കണ്ടാ തിന്നത്. അതേ തിന്നുള്ളൂ. പിന്നെ എനിക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നിയില്ല. അവരോടും വരട്ടെ. പിന്നെ ഒന്നാമത് ഈ ഹോട്ടൽ ഫുഡല്ലേ, മടുത്ത് നിൽക്കുക. പിന്നെ ഏതായാലും ഒരു വരട്ടെ. മക്കൾ വന്ന് ഞങ്ങൾ 3 ആളും കൂടിയും കുബൂസും ബ്രോസ്റ്റഡും കൂടിയും കഴിക്കാം. ഞാൻ പറഞ്ഞല്ലേ കസേര മോളെ അവിടെയാണ്. പിന്നെ മയോണൈസിൻ്റെ കൂടെ സോസ് മിക്സ് ചെയ്തിട്ടാണ് കഴിക്കുക. ഇതൊന്നും കഴിച്ചില്ല കഴിച്ച, ആകെ ഒരു രതീഷിനെ കഴിക്കുക. നമുക്ക് കൈ നല്ല വേദന ഉണ്ട്. കൈ അനക്കരുതെന്ന് പറഞ്ഞാൽ ഞാൻ കേൾക്കൂല. ഞാൻ ബസ്സിലും ഓടിച്ചാറി കയറും, ബൈക്കും ഓടിക്കും, കാറും ഓടിക്കും. എന്നാൽ കാറെടുത്ത് പോകാൻ പുറപ്പെട്ടതാണ് ഞാൻ. ഒന്ന് മിക്കവാറും പോയി കാണിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. നല്ല വേദന ഉണ്ട്. അന്നെൻ്റെ ഏട്ടത്തി പറഞ്ഞേക്ക് പ്ലാസ്റ്റർ ഇട്ടോളാൻ പറ, നീ കൈ അടിക്കി നിർത്തൂലാണ്. അതാണ് അവസ്ഥ. അപ്പം ഇത്രേ ഉള്ളൂ. ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടാണ് 3 തിന്നാനും. അതുകൊണ്ട് ടാറ്റ.